നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുണ്ടായ വെടിവെപ്പിൽ 12 പേർ മരിച്ചു. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ബോണ്ടി ബീച്ചിൽ നടന്ന ജൂതരുടെ ആഘോഷത്തിലാണ് തോക്കുധാരികളായ 2 പേർ വെടിയുതിർത്തത്. ആക്രമണത്തിൽ 18 പേർക്ക് പരിക്കേറ്റു. ¿Qué está pasando? ¿Dónde? Alicia, escucha, Alicia, porque me pasa algo. 8 ദിവസം നീണ്ടുനിൽക്കുന്ന ഹനൂക്ക എന്ന ജൂതരുടെ ആഘോഷത്തിനിടയിലേക്ക് അക്രമികൾ കടന്നുകയറി വെടിയുതിർക്കുകയായിരുന്നു. അക്രമികളിൽ ഒരാൾ ഉൾപ്പെടെ 12 പേരാണ് മരിച്ചത്. തോക്കുധാരികളായ 2 പേർ ചേർന്ന് 20 തവണ വെടിയുതിർത്തു. വെടിവെപ്പിൽ 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ വാർത്ത നടുക്കുന്നതാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പ്രതികരിച്ചു. നടന്നത് ഭീകരാക്രമണമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എന്നാൽ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഉച്ചയ്ക്ക് 2:17 അക്രമികൾ വെടിയുതിർത്തത്. അതേസമയം ആക്രമണത്തിൽ ഓസ്ട്രേലിയൻ ഭരണകൂടത്തെ വിമർശിച്ച് ഇസ്രായേൽ രംഗത്തെത്തി. ജൂതരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടന്നതെന്നും ഓസ്ട്രേലിയൻ ഭരണകൂടം മുന്നറിയിപ്പുകൾ അവഗണിച്ചെന്നുമാണ് ഇസ്രായേലിന്റെ കുറ്റപ്പെടുത്തൽ. അക്രമികളിൽ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നവീദ് അക്രം എന്നയാളെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ. അബുദാബി, അലൈൻ, റാസൽ ഖൈമ, ഷാർജ തുടങ്ങിയ എമിറേറ്റുകളിലായിരുന്നു മഴ. പലയിടത്തും ഓൺലൈൻ ഡെലിവറി സേവനങ്ങൾക്ക് കാലതാമസം നേരിട്ടു. രാജ്യത്തിന്റെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. നാളെയും വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷമാക്കി പ്രവാസികളും. UDF അനുകൂല സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മധുരം വിതരണം ചെയ്തും വിജയികളെ അഭിവാദ്യം ചെയ്തും പ്രവാസികൾ ആഘോഷങ്ങളുടെ ഭാഗമായി. ജിദ്ദയിൽ മലയാളികളുടെ സംഗമ കേന്ദ്രത്തിലാണ് പ്രവർത്തകർ ഒത്തുകൂടിയത്. പരസ്യമായ ആഘോഷങ്ങൾക്ക് പരിമിതികളുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ UDFന്റെ മിന്നും ജയം കണ്ട് അടങ്ങിയിരിക്കാൻ പ്രവാസികൾക്കായില്ല. YCC, KMCC തുടങ്ങിയ UDF അനുകൂല സംഘടനകൾ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തെ ആഘോഷമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം വന്നത് സൗദിയിൽ പ്രവൃത്തി ദിവസമായിരുന്നതുകൊണ്ട് തന്നെ രാത്രിയിൽ പ്രവർത്തകർ ഒത്തുകൂടി. ജിദ്ദയിൽ മലയാളികളുടെ സംഗമസ്ഥലമായ ഷറഫിയയിൽ ലഡുവും പായസവും വിതരണം ചെയ്തും ചെറിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടു. ജനവിധി ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്കുള്ള തിരിച്ചടിയാണെന്നും UDFൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് ഉജ്ജ്വല വിജയത്തിന് പിന്നിലെന്നും പ്രവാസി നേതാക്കൾ പ്രതികരിച്ചു. കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെയുള്ള ശക്തമായ ജനങ്ങളുടെ പ്രതിഷേധം. നമുക്കറിയാം, ശബരിമല ഉൾപ്പെടെയുള്ള മുച്ചൂടും കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കി ഇന്ന് അമ്പലം പോലും വിഴുങ്ങുന്ന തരത്തിലേക്ക് ഒരു സംസ്ഥാന ഗവൺമെന്റും അതിന്റെ നേതൃത്വവും അധപ്പതിച്ചതിന്റെ ജനങ്ങളുടെ ശക്തമായ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണ്. ഭൂരിപക്ഷ വർഗീയവും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയവും ഒരേ തരത്തിൽ പ്രീണന നയം സ്വീകരിച്ചുകൊണ്ടുള്ള ആ ഒരു നിലപാടിന്റെ എതിരെയുള്ള ശക്തമായ വിധിയെഴുത്താണ് ഇന്ന് കേരള ജനത പിണറായി ഗവൺമെന്റിന് ഈ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പിണറായി ഗവൺമെന്റ് രാജിവെച്ച് പുറത്തു പോകണമെന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അവധിയെടുത്ത് നാട്ടിൽ പോയി പ്രചാരണ പരിപാടികളിൽ നിരവധി പ്രവാസികൾ സജീവമായി പങ്കെടുത്തിരുന്നു. നാട്ടിലേക്ക് ഫോൺ വിളിച്ച് കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വോട്ട് ഉറപ്പാക്കുന്നതിലും ഇവർ പ്രധാന പങ്ക് വഹിച്ചു. ഇരു മുന്നണികളും പ്രവാസികളായ നിരവധി പ്രവർത്തകർക്ക് ഇത്തവണ സീറ്റ് നൽകുകയും ചെയ്തിരുന്നു. ജലീൽ കണമകലം, 24, ജിദ്ദ. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വിജയത്തിൽ OICC കുവൈത്ത് ഘടകം വർണ്ണാഭമായ ആഘോഷം സംഘടിപ്പിച്ചു. OICC കുവൈത്ത് പ്രസിഡന്റ് സാമുവൽ ചാക്കോ കാട്ടൂർ കളിക്കൽ ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് BS പിള്ളെ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ജോയ് കരവാളൂർ സ്വാഗതവും ഷംസു കോഴിക്കോട് നന്ദിയും പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ തിളക്കമാർന്ന വിജയത്തിന്റെ ഭാഗമായി സൗദിയിൽ OICC ദക്ഷിണ മേഖലാ കമ്മിറ്റി അബഹ മധുരം വിതരണം ചെയ്തു. പിണറായി സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ജനം നൽകിയതെന്ന് ദക്ഷിണ മേഖലാ പ്രസിഡന്റ് അഷ്റഫ് കുറ്റിച്ചൽ പറഞ്ഞു. ജനറൽ സെക്രട്ടറി മനാഫ് പരപ്പിൽ, റോയി മൂത്തേടം, പ്രസാദ് രാധാകൃഷ്ണൻ, വിലാസ് നൌഫൽ എന്നിവരും നേതൃത്വം നൽകി.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മിന്നും വിജയം സൗദിയിലെ OICC ജിസാൻ കമ്മിറ്റി ആഘോഷിച്ചു. സെൻട്രൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ കമ്മിറ്റി പ്രസിഡന്റ് നാസർ ചേലാമ്പ്ര അധ്യക്ഷനായി. ജിലു ബേബി, ഉസ്മാൻ കൊറ്റുംബ, ഷാജി പുളിക്കത്താഴത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഖത്തർ പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ അബീർ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സാധാരണ പരിശോധനകൾക്ക് പുറമെ കിഡ്നി, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളും ECG, ഡെന്റൽ, ഗൈനക്, പീഡിയാട്രി മുതലായ പരിശോധനകളും സൗജന്യമായി ഒരുക്കിയിരുന്നു. 150-ലേറെ പേർ ക്യാമ്പിൽ പങ്കെടുത്തു. PPAQ പ്രസിഡന്റ് ഷിജു കുര്യാക്കോസ് അധ്യക്ഷനായി. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ICC ജനറൽ സെക്രട്ടറി എബ്രഹാം കെ ജോസഫ്, ISC ജനറൽ സെക്രട്ടറി ഹംസ യൂസഫ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സൗദിയിൽ സഹൃദയ റിയാദ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കിങ് സായിദ് മെഡിക്കൽ സിറ്റിയിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. കൂടാതെ ഷുമേസിയിലെ അബീർ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ആരോഗ്യം നിലനിർത്തുന്നതിന് മെഡിക്കൽ ക്യാമ്പുകൾ സഹായിക്കുമെന്നും രക്തദാനം പോലെയുള്ള കാര്യങ്ങൾ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൊച്ചി മുസിരിസ് ബിനാലയിൽ പൊന്നിന്റെ കഥയുമായി എക്സിബിഷൻ. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ മകൾ ഷഫീന യൂസഫ് അലി നേതൃത്വം നൽകുന്ന റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവാണ് എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യാവസായിക ബന്ധങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ് എക്സിബിഷനെന്ന് MA യൂസഫ് അലി പ്രതികരിച്ചു. സ്വർണത്തെ ആധാരമാക്കി വ്യത്യസ്ത ആശയങ്ങൾ, സ്വർണം പല കാലഘട്ടങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം, ആ ഉൾക്കാഴ്ചകൾ ഒരുമിക്കുന്ന ഇടമാവുകയാണ് മുസിരീസ് ബിനാലയിലെ പൊന്നുപോലെ എക്സിബിഷൻ. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ മകൾ ഷഫീന യൂസഫ് അലിയുടെ നേതൃത്വത്തിൽ തുടക്കമായി. ലോകത്ത് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആർട്ട് വർക്ക്സ് ആണ്. ഇമറാത്തി UAE ഉള്ള ആർട്ടിസ്റ്റും ഇന്ത്യയിൽ നിന്നുള്ള ആർട്ടിസ്റ്റും ഗോൾഡ് എന്നുള്ള ഒരു ഐഡിയനെ പറ്റി അവരുടെ പെർസെപ്ഷനും പെർസ്പെക്റ്റീവുമാണ് ഈ ഷോയിലൂടെ കാണിക്കുന്നത്. എന്ത് നല്ല സാധനം കണ്ടാലും നമ്മൾ പൊന്നു വിലയാണ് അല്ലെങ്കിൽ പൊന്നു പോലെയാണ്, ആ ഒരു ഐഡിയയിലാണ് നോട്ട് ഗോൾഡ് ആസ് സച്ച് ബട്ട് പൊന്നിൻ്റെ പല വിവരണങ്ങളും ഐ തിങ്ക് ദേ ഹാവ് ട്രൈഡ് ടു ഷോ. എക്സിബിഷന്റെ ഉദ്ഘാടനം UAE എംബസി പ്രതിനിധി മജീദ് M നഖൈലാവി നിർവഹിച്ചു. MA യൂസഫ് അലി, മന്ത്രി P രാജീവ്, ഹൈബി ഈഡൻ MP എന്നിവർ സന്നിഹിതരായി. Appreciate my daughter Shafina for her sincere efforts and efforts to conduct this event. I am also very happy to learn that this exhibition is showing works of highly talented Emirati, United Arab Emirates and Indian artists. I have no doubt that this exhibition will reaffirm the deep-rooted connection of United Arab Emirates with India and especially with the state of Kerala. എമറാത്തി കലാകാരന്മാരുടെ പങ്കാളിത്തം കൊണ്ടും എക്സിബിഷൻ ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 20-ലധികം കലാകാരന്മാർ ഗോൾഡ് എന്ന തീമിൽ അണിനിരക്കുന്നു. എക്സിബിഷൻ ക്യൂറേറ്റർ പ്രശസ്ത കലാകാരൻ മുർത്തസ വാലിയാണ്. ഫോർട്ട് കൊച്ചി ചാൾവതി റോഡിൽ KM ബിൽഡിംഗിലാണ് ബിനാലയുടെ ഭാഗമായ പൊന്നുപോലെ പ്രദർശനം. കൊച്ചി. പ്രവാസികളെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സഹായിക്കുന്നതിനായി ICF ഒമാൻ നാഷണൽ കമ്മിറ്റി ഒമാനിലുടനീളം 51 കേന്ദ്രങ്ങളിൽ SIR ഹെൽപ്പ് ഡെസ്കുകൾ തുറക്കുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കുന്ന വോട്ടർ പട്ടികയിൽ പ്രവാസികളുടെ സാന്നിധ്യം ഉറപ്പാക്കുക, വോട്ടവകാശം വിനിയോഗിക്കാൻ അവരെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിപുലമായ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പ്രവാസികൾക്കുള്ള വോട്ടവകാശം സാധ്യമാക്കുന്ന ഫോം 6A വഴിയാണ് വോട്ട് ചേർക്കുക. സലാല, കസബ്, ബുറായ്മി ഉൾപ്പെടെ ഒമാന്റെ വിവിധ വിലായത്തുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുമെന്നും ICF ഭാരവാഹികൾ അറിയിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയിൽ വിചാരണ കോടതിക്കെതിരെ വിമർശനവുമായി അതിജീവിത. വിധി അത്ഭുതപ്പെടുത്തുന്നില്ലെന്നും കേസിൽ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടില്ലെന്നും അതിജീവിത പറഞ്ഞു. വിധി വന്ന ശേഷം ആദ്യമായാണ് അതിജീവിത പ്രതികരിക്കുന്നത്. അതേസമയം ആസൂത്രണം ചെയ്തവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ നീതി പൂർണ്ണമാകൂവെന്ന് നടി മഞ്ജു വാര്യർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോടതി വിധിയിൽ കടുത്ത നിരാശയെന്ന് WCC.
8 വർഷം 9 മാസം 23 ദിവസങ്ങൾ. വേദനാജനകമായ യാത്രയിലെ വെളിച്ചത്തിന്റെ നേരിയ കണികയായി മാത്രമാണ് 6 പേർ ശിക്ഷിക്കപ്പെട്ട കേസിലെ വിധിയെ അതിജീവിത കാണുന്നത്. കെട്ടിച്ചമച്ച കേസെന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ കേസിന്റെ വിധി സമർപ്പിക്കുകയാണ് അതിജീവിത. തുടർന്നങ്ങോട്ടുള്ള തുറന്ന കത്തിൽ വിചാരണ കോടതിയിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടത് അതിജീവിത അക്കമിട്ട് നിരത്തുന്നുണ്ട്. കേസിലെ അടിസ്ഥാനാവശ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. കോടതി അന്തരീക്ഷം ശത്രുതാപരമായിരുന്നുവെന്നും കേസിൽ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചതോടെ നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ബോധ്യപ്പെട്ടതായി അതിജീവിത പറയുന്നു. മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ തുറന്നതിൽ അന്വേഷണമുണ്ടായില്ല. ജഡ്ജിയെ മാറ്റാൻ താൻ നിയമപരമായി പോരാടുമ്പോൾ പ്രതിഭാഗം അതേ ജഡ്ജിയെ വേണമെന്നാവശ്യപ്പെട്ടത് സംശയങ്ങൾ ബലപ്പെടുത്തി. ആശങ്കകൾ പങ്കുവച്ച് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും കത്തുകൾ അയക്കേണ്ടി വന്നു. ഓപ്പൺ കോടതിയിൽ വാദം വേണമെന്ന ആവശ്യവും നിരാകരിക്കപ്പെട്ടതായി അതിജീവിത പറയുന്നു. നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്ന് വ്യക്തമാക്കിയ അതിജീവിത യാത്രയിൽ ചേർത്തുപിടിച്ച മനുഷ്യരോട് നന്ദി പറഞ്ഞു. പൾസർ സുനിയുമായി നേരത്തെ ബന്ധമുണ്ടെന്ന പ്രചരണത്തെ അതിജീവിത തള്ളുകയാണ്. ഒപ്പം പണം കൈപ്പറ്റിയവർ നുണപ്രചരണങ്ങളും അധിക്ഷേപ പരാമർശങ്ങളും നടത്തുന്നത് തുടർന്നോളൂവെന്ന് അതിജീവിത സമൂഹമാധ്യമങ്ങളുടെ പങ്കുവച്ച ആദ്യ പ്രതികരണത്തിൽ വൈകാരികമായി തുറന്നടിച്ചു. വിധിക്കു പിന്നാലെ പ്രതികരണവുമായി നടി മഞ്ജു വാര്യരും രംഗത്തെത്തി. ആസൂത്രണം ചെയ്തവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ പൂർണ്ണമായും നീതി ലഭിക്കൂവെന്ന് മഞ്ജു വാര്യർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഗൂഢാലോചന നടത്തിയതിന് ഒരു തെളിവുമില്ലെന്ന് വിധിന്യായം. മാപ്പ് സാക്ഷിയുടെ ഫോൺ കോൾ രേഖ പോലും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ദിലീപും പൾസർ സുനിയും ആശയവിനിമയം നടത്തിയതിനും തെളിവില്ല. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് കൃത്യമായി അറിയിച്ചില്ലെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതിയുടെ വിമർശനം. ഒരാഴ്ചയ്ക്കകം കേസിൽ അപ്പീൽ നൽകാൻ സർക്കാർ പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷന് വലിയ വീഴ്ച സംഭവിച്ചുവെന്നാണ് വിധിന്യായത്തിന്റെ ആകെ ചുരുക്കം. കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ 12 ചാറ്റുകൾ ദിലീപ് തന്റെ ഫോണിൽ നിന്ന് കളഞ്ഞുവെന്ന സാക്ഷിമൊഴി ഉണ്ടായിരുന്നു. ഇത് കേസുമായി ബന്ധപ്പെട്ടതല്ലെന്ന് ഇതേ സാക്ഷി തന്നെ പിന്നീട് പറഞ്ഞു. അമ്മ ഷോയ്ക്കിടയിൽ 1.5 കോടിയുടെ കൊട്ടേഷൻ നൽകിയെന്നത് തെളിയിക്കാൻ രേഖകളില്ല. 410ാം റൂമിൽ ദിലീപും പൾസർ സുനിയും ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. തീയതികളിൽ പൊരുത്തക്കേടുണ്ട്. പൾസർ സുനി ദിലീപിനെ കണ്ടതായി അറിയില്ലെന്ന് ഇടവേള ബാബു, മുകേഷ് എന്നിവർ മൊഴി നൽകി. ഫോൺ റെക്കോർഡ്സ് ഇല്ല. ആശയവിനിമയം നടത്തിയ മറ്റൊരു രേഖകളുമില്ല. ദിലീപിനെതിരായ വ്യാജ ചികിത്സാ ആരോപണവും കോടതി മുഖവിലക്കെടുത്തില്ല. ഗൂഢാലോചന നടത്തുന്നവർ കുറ്റകൃത്യം നടത്തുന്ന സമയത്ത് എവിടെയെന്ന് കള്ളം പറയേണ്ടതില്ലല്ലോ എന്നും കോടതി സംശയം ഉന്നയിച്ചു. മാപ്പുസാക്ഷി വിഷ്ണു ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചതിനും തെളിവില്ല. പൾസർ സുനി ജയിലിൽ വെച്ച് ദിലീപിന് കത്തെഴുതിയെന്ന് പറയുന്ന സമയവും ജയിലിലെ CCTVയിലെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലും കോടതി സംശയം പ്രകടിപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥ B സന്ധ്യയാണ് ഇതിന് പിന്നിലെന്ന് ദിലീപ് കോടതിയിൽ ആരോപിച്ചിട്ടുണ്ട്. ദിലീപിനെ കാണാനെത്തിയത് സിനിമയുടെ ചർച്ചയ്ക്ക് വേണ്ടിയെന്നാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. പിന്നീട് ഗൃഹപ്രവേശനത്തിനെത്തിയത് എന്നാക്കിയെന്നും വിചാരണ കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് രൂക്ഷ വിമർശനമാണ് കോടതിയിൽ നിന്നുണ്ടായത്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിവരം കൃത്യമായി കോടതിയെ അറിയിച്ചില്ല. 2020 തന്നെ ഹാഷ് വാല്യൂ മാറിയ കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന് അറിയാമായിരുന്നു. എന്നാൽ 2022 മാത്രമാണ് കോടതിയെ അറിയിച്ചതെന്നും വിധിപ്പകർപ്പിലുണ്ട്. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായെന്ന് CPIM വിലയിരുത്തൽ. അയ്യപ്പ സംഗമം വേണ്ട വിധത്തിൽ ലക്ഷ്യം കണ്ടില്ല. ന്യൂനപക്ഷ വോട്ടുകളും ഭൂരിപക്ഷ വോട്ടുകളും എതിരായെന്നും സംശയം. ഭരണത്തിനെതിരെയും ജനങ്ങൾ വോട്ട് ചെയ്തെന്ന് CPIM വിലയിരുത്തൽ. UDFന് അനുകൂലമായി വോട്ടൊഴുകിയതും BJP വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതും അവരുടെ മാത്രം നേട്ടം കൊണ്ടല്ലെന്ന തിരിച്ചറിവാണ് തെരഞ്ഞെടുപ്പ് ഫലം LDFന് നൽകുന്നത്. ശബരിമല യുവതീ പ്രവേശന മുറിവ് ഉണക്കിയെടുക്കാൻ വിശ്വാസികൾക്കൊപ്പം എന്ന ടാഗ്ലൈനോടെ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല, ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകാനും കാരണമായതായാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഈ ജനവിധി LDF പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. ജനങ്ങളിൽ നിന്നും പഠിച്ചും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും LDF മുന്നോട്ട് പോകും. ശബരിമല സ്വർണ്ണക്കൊള്ള കൂടി പുറത്തു വന്നതോടെ വിശ്വാസികളെ അടുപ്പിക്കാനുള്ള ശ്രമവും നിഷ്ഫലമായി. സ്വർണ്ണക്കൊള്ളയിൽ BJP ഗുണഭോക്താക്കളാവുകയും ചെയ്തു. സ്വർണ്ണക്കൊള്ളക്കേസിൽ 2 പ്രമുഖ CPM നേതാക്കൾ അറസ്റ്റിലായപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കാതെ ഒഴിഞ്ഞു മാറിയതും തിരിച്ചടിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തെ പ്പിക്കാനും ലീഗിനെ ദുർബലമാക്കാനും CPIM ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. എന്നാൽ 2 കാര്യങ്ങളും നടന്നില്ലെന്ന് മാത്രമല്ല, CPIM മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന ആക്ഷേപവും ഉണ്ടായി. ആവർത്തിച്ച് വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി തോളോട് ചേർത്ത് നിർത്തിയതും ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൂർണ്ണമായി ഇടതുവിരുദ്ധ പക്ഷത്താക്കി. അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന CPIM നേതൃയോഗങ്ങളും LDF യോഗവും തോൽവി വിലയിരുത്തും. മനീഷ് മഹിപാൽ, 24
തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ കനത്ത തോൽവിക്ക് പിന്നാലെ തലസ്ഥാനത്തെ CPIM-ൽ പൊട്ടിത്തെറി. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന പോരായ്മയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ശക്തമായി. അതിനിടെ 1 ഇഞ്ച് പിന്നോട്ടില്ലെന്ന വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ട് ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തി. ആര്യക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച മുൻ കൌൺസിലർ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. പതിറ്റാണ്ടുകളായി LDF ഭരിച്ചിരുന്ന ചെങ്കോട്ടയാണ് മൃഗീയ ഭൂരിപക്ഷത്തോടെ NDA കൈപ്പിടിയിലാക്കിയത്. മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റ പ്രവർത്തന ശൈലികൾ മാത്രമാണ് ഇതിന് കാരണമെന്നാണ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നേക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരത്തിൽ മുകളിലുള്ളവരോടുള്ള അതിവിനയവും ഓഫീസിലെത്തുന്നവരെ കാണാൻ കൂട്ടാക്കാത്ത പ്രവണതയും തുടങ്ങി ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയും CPIM നേതാവ് വഞ്ചിയൂർ ബാബുവിന്റെ മകളുമായ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഗായത്രി ബാബുവിന്റെ അഭിപ്രായം പാർട്ടി തള്ളി ആര്യയെ പൂർണ്ണമായും പിന്തുണച്ചാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തിയത്. ആര്യക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി പരിശോധിക്കുമെന്ന് വി ശിവൻകുട്ടി. ഗായത്രി ബാബുവിന്റെ പ്രസ്താവന അത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനം മാത്രമാണ്, അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ ആഘാതത്തിൽ നടത്തിയിട്ടുള്ളത്. തോൽവിക്കും വിമർശനങ്ങൾക്കും പിന്നാലെ 1 ഇഞ്ച് പിന്നോട്ടില്ലെന്ന വാട്സ്ആപ്പ് സ്റ്റാറ്റസുമായാണ് ആര്യ രാജേന്ദ്രൻ എത്തിയത്. ആര്യ രാജേന്ദ്രനോ ഗായത്രി ബാബുവോ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. മേയറും ഗായത്രി ബാബുവുമായി ഏറെ നാളായി സ്വരച്ചേർച്ചയിലല്ല. 2020-ൽ മേയർ സ്ഥാനത്തേക്ക് ഗായത്രിയുടെ പേര് പരിഗണിച്ചിരുന്നുവെങ്കിലും പിന്നീട് തഴയപ്പെടുകയായിരുന്നു. 24 തിരുവനന്തപുരം. ഗൾഫ് ടുഡേ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.